കരങ്ങളും കഴുകി, ഈ പാപിയുടെ മേൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു. ജനങ്ങളുടെ നിർബന്ധപ്രകാരം അവർക്ക് വിട്ടുകൊടുത്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വലിയ ഭാരമുള്ള കുരിശ് ഏറ്റി ഗാഗുൽത്തായിലേക്കുള്ള യാത്ര തിരിച്ചു. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം. കുരിശ് ചുമന്നുകൊണ്ടിരിക്കെ ഒന്നാം പ്രാവശ്യം ഈശോ താഴേക്ക് വീഴുന്നു. കുരിശിൻ്റെ ഭാരം കാരണം എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. വഴിയിൽ വെച്ച് അവൻ തൻ്റെ അമ്മയെ കാണുന്നു. രണ്ടുപേരുടെ മുഖത്തും സങ്കടങ്ങൾ മാത്രം. കുറച്ചു കഴിഞ്ഞപ്പോൾ വെറോനിക്കയെ കാണുന്നു. അവൾ തൻ്റെ തുവാല കൊണ്ട് യേശുവിൻ്റെ മുഖം തുടയ്ക്കുകയും അതിൽ അവൻ്റെ മുഖം വ്യക്തമായി കാണുകയും ചെയ്തു. ഭാരമേറെ കുരിശ് കൊണ്ടുപോകെ അടുത്ത് രണ്ടാം തവണയും യേശു വീഴുന്നു. വേദന കൊണ്ട് നിറഞ്ഞ നിമിഷമാണെങ്കിലും അദ്ദേഹം വീണ്ടും നടക്കുന്നു. അതിനുശേഷം ഓർസ്ലേമിലെ പുത്രിമാരെ കാണുകയും അവർക്ക് കുറച്ച് ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. വരാനിരിക്കുന്ന ദുരന്തത്തെപ്പറ്റി അവരെ മനസ്സിലാക്കി. ഭാരമേറെ കുരിശും വഹിച്ച് മൂന്നാം പ്രാവശ്യവും യേശു നിലത്തേക്ക് വീഴുന്നു. അവിടുത്തെ ആരോഗ്യവും ശക്തിയും തീർന്നിരുന്നു അപ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ പട്ടാളക്കാർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി തയ്യാറാകുന്നു. രക്തത്തിലൊട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ ഊരുമ്പോൾ ഭയങ്കരമായ വേദന അനുഭവപ്പെടുന്നു. ശേഷം വലിയ ആണികൾ കൊണ്ട് അവൻ്റെ കൈകൾ ചുറ്റിക വെച്ച് അടിച്ച് കുരിശിൽ കയറ്റുന്നു. മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത വേദന. അവസാനം ദൈവപുത്രൻ്റെ കൈയും കാലുകളും കുരിശിൽ ആണിയടിച്ച് കുരിശിൽ കയറ്റി നിർത്തുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ വിടവാങ്ങുന്നു. അവൻ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവനെ താഴെ ഇറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. ചേതനയേറ്റ തൻ്റെ മകൻ്റെ ശരീരത്തിൽ നോക്കി കരയുന്ന ഒരമ്മയുടെ വിഷമം. അതിനുശേഷം അടുത്തുള്ള ശവകുടീരത്തിൽപ്പോയി അവൻ്റെ ശരീരം മറവ് ചെയ്യുന്നു. ഭാരമേറിയ കല്ലുകൊണ്ട് അതിൻ്റെ കവാടം അടയ്ക്കുന്നു. മൂന്നാം ദിവസം അവൻ പ്രത്യാശയോടെ ഉയർത്തെഴുന്നേൽക്കും എന്ന വിശ്വാസത്തോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇങ്ങനത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.